ഈ സ്പെയിനിന് അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറും കൂടെ ഒന്നുമില്ലാതാക്കി. അവരടിക്കുന്ന ഷോട്ട് മൊത്തം ഒരു ഗോൾ കീപ്പറുണ്ട്, ഒരു 40 വയസ്സുകാരൻ. നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു കളി കണ്ടു. സ്പെയിനും ഈ കെബാ വെർഡെ എന്ന് പറഞ്ഞൊരു രാജ്യം, ചെറിയൊരു രാജ്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ രാജ്യത്തിനെ പറ്റി കേൾക്കുന്നത് കേട്ടോ. അതായത് വേൾഡ് കപ്പിൻ്റെ ടീം ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പേര് കേൾക്കുന്നത്. അപ്പം നമ്മുടെ സ്പെയിൻ എന്ന് പറയുന്നത് നല്ല പ്ലെയേഴ്സും ഒരുപാട് പ്ലെയേഴ്സും ഉള്ള ഒരു യങ് പ്ലെയേഴ്സുള്ള ഒരു ടാലൻ്റ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ഇത്തവണത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം കപ്പടിക്കുന്നുള്ള പറഞ്ഞൊരു ടീമാണ് സ്പെയിൻ. ഈ സ്പെയിനിന് അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറും കൂടെ ഒന്നുമില്ലാതാക്കി. അവരടിക്കുന്ന ഷോട്ട് മൊത്തം ഒരു ഗോൾ കീപ്പറുണ്ട്, ഒരു 40 വയസ്സുകാരൻ. ആ ചെങ്ങായി കിടന്ന് സേവ് ചെയ്ത് അവസാനം വെള്ളം കുടിപ്പിച്ചു. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു ഇത്ര ആവേശമായിട്ട് ഒരു ഗോൾ കീപ്പറിൻ്റെ കളി കാണുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ ഞാൻ കണ്ടത് നമ്മുടെ അർജൻറ്റീനയുടെ മാച്ചിൽ പെനാൽറ്റിയിൽ എമിലിയാനോ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. ഇവർ വന്ന് അടിക്കുന്നു, ഈ പുള്ളി സേവ് ചെയ്യുന്നു, ഇവർ വന്ന് അടിക്കുന്നു, ഈ പുള്ളി സേവ് ചെയ്യുന്നു. ഭയങ്കര എന്താ പറയുക, ആ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഒരു പുള്ളി തന്നെയാണ്, ഈ ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ആ പുള്ളിയുടെ പേരെന്തായിരുന്നു, പിന്നെ വായിൽ കൊള്ളാത്ത പേരേതാണ്, ഒസിഹ, അങ്ങനെയാണ് ആ പുള്ളിയുടെ പേര്. ഇതാണ് പുള്ളി. അപ്പോൾ ആ പുള്ളിയുടെ സേവ് കളി ഇന്നലെ കണ്ടവർക്ക് അറിയാം, നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. നല്ല ഈ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അതായത് കളിയുടെ മുന്നേ പുള്ളിക്ക് ഇപ്പോൾ എത്രയായിരുന്നു, 50,000 ഫോളോവേഴ്സ് എന്തുണ്ട്, 50,000 താഴെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. കളി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 2 മില്യൺ, ഇപ്പോൾ ഇന്നേക്ക് 6 മില്യൺ എന്തോ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരാളുടെ ഒരു കളിയിൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പ്രൗഢിയും പേരും വാനോളം പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒരിക്കലും ഒരു ചെറിയൊരു ടീമിനെയും ചെറിയ ഒരാളിനെ വ്യക്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ എങ്ങനെയാണ്, അവരുടെ പ്രതിരോധം എങ്ങനെയാണ്, അവരുടെ മുന്നേറ്റം എങ്ങനെയാണ്, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ കീപ് ഗോയിങ്. എല്ലാ ടീംസിനോടും അങ്ങനെ തന്നെയാണ്. ചെറിയ ടീംസ് ആയാലും, ചെറിയ ടീം ചെറിയ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർ പിന്നോട്ട് പോകുന്നില്ല. അവർ മുന്നോട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ടീമും ഇന്ത്യയും ഇതുപോലെ ഒരുപാട് പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെറിയൊരു 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം പോപ്പുലേഷനേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പ്ലേയേഴ്സ് ആയാലും. വൺ ഡേ നമ്മൾ ഈ വേൾഡ് കപ്പ് കളിക്കും, നമ്മളതിലൊരു ഗോൾ അടിക്കും നമ്മുടെ ഒരു പ്ലെയർ എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസവും കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് മാക്സിമം ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യുക. ക്രിക്കറ്റ് ഓൾറെഡി നമ്മൾ വളർന്നു, ക്രിക്കറ്റിൽ എല്ലാത്തിലും നമ്പർ 1 ആണ്. ഒരുപാട് പ്ലേയേഴ്സും ഉണ്ട്, ഒരുപാട് ലീഗായാലും ഇവിടെ വൻ സെറ്റപ്പിലാണ് ക്രിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അതിൽ നിന്ന് കൂടാൻ ഇനിയൊന്നുമില്ല, നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഫുട്ബോളിന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. കേരളത്തിൽ നിന്നായിരുന്നു എവിടെ നിന്നായാലും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിനെല്ലാം കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, അതായത് ഫുട്ബോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, ഫുട്ബോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെ ആകുമ്പോഴാണ് നമ്മളും ഒരു വേൾഡ് കപ്പ് എന്ന ഇത്ര വലിയൊരു കായിക ഇനത്തിൽ ഒരു സ്പോർട്ട് ഫുട്ബോളിൻ്റെ ഒരു ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് കൂടുതലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ അന്ന് മെസ്സി ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ സച്ചിനാണോ അമിത് ഷാൻ്റെ മോനാണോ അറിയില്ല, അപ്പോൾ ആരോ ഇന്ത്യയുടെ ക്രിക്കറ്റ് ജേഴ്സി കൊടുത്തപ്പോൾ അതിൽ 2 സ്റ്റാർ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് നേരെ ഡീപ്പോളിന് കാണിച്ചിട്ട് അന്തം വിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വേൾഡ് കപ്പ് അടിച്ചിരിക്കുന്നത്. അവർക്ക് അറിയില്ലല്ലോ ക്രിക്കറ്റാണല്ലോ, പിന്നെയാണ് മനസ്സിലായി ക്രിക്കറ്റാണ് എന്നുള്ളത്. അപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ ടോപ്പാണ്, ഇന്ത്യ വലിയൊരു നിലയിൽ തന്നെയാണ്. പക്ഷേ ഫുട്ബോളിൽ നമുക്കൊന്നും കൂടെ മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ മാക്സിമം ഗവൺമെൻറ് ആയാലും ഇവിടെയുള്ള ബിസിനസ്മാൻമാരായാലും മാക്സിമം ഇതിലോട്ട് ഫുട്ബോളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ടാലൻസ് ഉള്ള പിള്ളേരിനെയും പ്ലെയേഴ്സിനെ കണ്ടെത്തുക, അവരെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഒരു ദിവസം എന്തായാലും നമ്മളും ഫിഫ വേൾഡ് കപ്പ് കളിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. മാക്സിമം എല്ലാവരും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്, ഇനി ചെറിയ ആൾക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ നാട്ടിൽ ഇതുപോലൊരു വ്യക്തിയുണ്ട്.
ഞങ്ങൾ പഞ്ചായത്ത് മേള കളിക്കാൻ പോകുമ്പോൾ പുള്ളിയുടെ പേരെനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. പുള്ളിയുടെ എനിക്കൊരു 20 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ പഞ്ചായത്ത് മേള കാണാൻ പോയപ്പോൾ പുള്ളിയുടെ മോന് എൻ്റെ ഏകദേശം വയസ്സുണ്ട്. ആ ഒരു പുള്ളി നമ്മൾ അവിടെ പഞ്ചായത്ത് മേളയ്ക്ക് വന്ന് ഗോൾ കീപ്പർ നിൽക്കും. മൂപ്പര് ഫുൾ സേവാണ് ഇതുപോലെ. അപ്പോൾ എനിക്ക് ഈ പുള്ളിയുടെ കളി, അതായത് ഈ ഇന്നലെ കളി കണ്ടപ്പോൾ എനിക്ക് ആ പുള്ളിയുടെ കളിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഏജ് ഒരു നമ്പറാണ്, എല്ലാവർക്കും എന്തും പറ്റും. ചെറിയ ആൾ വലിയ ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. മനുഷ്യനാണ്, ആർക്കും എന്തും പറ്റും. അപ്പോൾ കീപ് ഗോയിങ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം, നല്ലൊരു വേൾഡ് കപ്പ് നേരുന്നു. എല്ലാവരുടെ എല്ലാ ഫാൻസും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേഴ്സണലി ഞാൻ അർജൻറ്റീന ഫാനാണ്. അർജൻറ്റീന ജയിക്കട്ടെ. മെസ്സി, ക്രിസ്ത്യാനോ, അതുപോലെ നെയ്മർ, ഇവരുടെ എല്ലാവരുടെയും ലാസ്റ്റത്തെ ഒരു വേൾഡ് കപ്പാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയായാലും നല്ലതായിട്ട് പടിയിറങ്ങട്ടെ എല്ലാവരും. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.